ദുരൂഹ രാജ്യത്തിൽ നിന്ന് വന്നൊരു ദുരൂഹത നിറഞ്ഞ മനുഷ്യന്റെ കഥ. നാം കേൾക്കുന്ന പല മര്യാദമറ്റ കഥകളിലേക്കും കടന്നുപോകുമ്പോൾ ചിലത് നമ്മെ വെറുതെ അമ്പരപ്പിക്കാൻ വേണ്ടിയുള്ള കഥകളാണ് എന്ന് തോന്നിപ്പിക്കാം. എന്നാൽ ഈ കഥ അതിലപ്പുറം ഒന്നാണ്. 1954-ൽ ജപ്പാനിലെ ഹനേദ വിമാനത്താവളത്തിൽ ഉണ്ടായ അതിഗംഭീരമായ ഒരു അത്ഭുതം. ഒരു വ്യക്തി എത്തുന്നു, അവൻ പറഞ്ഞത് കേട്ടപ്പോൾ സകല സുരക്ഷാ ഉദ്യോഗസ്ഥരും ഞെട്ടിത്തള്ളിപ്പോയി. 1954-ലെ ഒരു സായാഹ്ന സമയം ജപ്പാനിലെ ഹനേദ വിമാനത്താവളത്തിൽ ഇന്നത്തെ പോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം യൂറോപ്പിൽ നിന്നും ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് വിമാനത്താവളത്തിലെത്തുന്നു. ഇതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളെ പോലുള്ള ഒരു പുരുഷൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കസ്റ്റംസ് കൗണ്ടറിൽ എത്തുന്നു. അവന്റെ പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്നത് ടോഡ് എന്ന്. ജപ്പാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞെട്ടിയിരിക്കുന്നു. ടോഡ് എന്നു പേരുള്ള രാജ്യമോ അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് തന്നെ ഇല്ലല്ലോ. അവനെ ചോദ്യം ചെയ്യാനായി ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം വളരെ നിഷ്പക്ഷമായി പറഞ്ഞു, ഞാൻ ടോഡ് എന്ന രാജ്യത്തിൽ നിന്ന് വന്നതാണു. ഇത് യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. ഫ്രാൻസിനും സ്പെയിനും ഇടക്കാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഒരു മാപ്പ് എടുത്ത് അയാളോട് ചോദിച്ചു, ഈ പ്രദേശം കാണിക്കൂ. അവൻ വിരലിട്ട് കാണിച്ചു. അവൻ കാണിച്ച രാജ്യം അണ്ടോറ എന്ന രാജ്യമായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ രാജ്യം ഇവിടെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷെ കറക്റ്റ് സ്ഥാനം ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞു. ഞങ്ങളുടെ രാജ്യം 1000 വർഷമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. അവന്റെ പാസ്പോർട്ട്, വിസ, പല സ്റ്റാമ്പുകൾ എല്ലാം യഥാർത്ഥം പോലെ തോന്നുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിലെയും മറ്റു രാജ്യങ്ങളിലെയും യാത്രാരേഖകളുണ്ടായിരുന്നു. സത്യം മനസ്സിലാക്കാൻ കഴിയാതെ ജാപ്പനീസ് അധികൃതർ ഒരു തീരുമാനമെടുത്തു. അവനെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് നിരീക്ഷിക്കാം, കൂടാതെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായി പഠിക്കുകയും ചെയ്യാം. റൂമിന്റെ വാതിലിനു മുന്നിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെച്ചു. റൂം അതിസുരക്ഷിതമായി പൂട്ടിയിട്ടു. ചില്ലുകൾ തുറക്കാനാവാത്തതായിരുന്നു. അയാൾക്കു വേണ്ട ഭക്ഷണവും ഏൽപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസം ഉദ്യോഗസ്ഥർ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. കാരണം ആ മനുഷ്യൻ ഇവിടെ നിന്നും അപ്രതീക്ഷിതമായിരിക്കുന്നു. വാതിലുകൾ എല്ലാം തങ്ങൾ പൂട്ടിയിട്ട നിലയിൽ തന്നെ ആയിരുന്നു. ആ നിഗൂഢ മനുഷ്യൻ ഇവിടെ നിന്നും പൂർണ്ണമായും അപ്രതീക്ഷിതമായി എന്ന് അവർക്ക് മനസ്സിലായി. അവന്റെ പാസ്പോർട്ടും രേഖകളും പേരുവിവരങ്ങളും അവിടെ സൂക്ഷിച്ചിരുന്ന എല്ലാം അപ്രതീക്ഷിതമായിരിക്കുന്നു. ഇവൻ ഒരു പാരലൽ യൂണിവേഴ്സിൽ നിന്നുള്ള ആളായിരുന്നോ, അല്ലെങ്കിൽ ടൈം ട്രാവലറോ? സത്യമാണ്, അതോറിറ്റീസ് ഒറ്റവാക്കിൽ പറഞ്ഞു. വി ഹാവ് നോ എക്സ്പ്ലനേഷൻ. ഇതിനു പിന്നിലെ വിവിധ തിയറികൾ. 1. പാരലൽ യൂണിവേഴ്സ്. ഇവൻ ജീവിക്കുന്നത് മറ്റൊരു ഡയമെൻഷൻസിലാണെന്ന് പറയുന്നവരുണ്ട്. അവിടെയും ടോഡ് എന്ന രാജ്യമുണ്ടായിരുന്നു. 2. ടൈം ട്രാവൽ. ഭാവിയിൽ നിന്നും വന്ന ഒരാൾ. ഇയാൾ ഒരു ടൈം ട്രാവലറാണ് എന്നും ഇയാൾ ഭാവിയിൽ നിന്നും വന്നതാണ് എന്നും ചിലർ വിശ്വസിക്കുന്നു. 3. ഗവൺമെന്റ് കവറപ്പ്. ഇത് സത്യത്തിൽ നടന്നിട്ടുള്ള കാര്യമായിരുന്നു, പക്ഷേ അതിനെ പൊതുജനങ്ങളിൽ നിന്ന് മറക്കാൻ സർക്കാർ ശ്രമിച്ചു. 4. അർബൻ ലെജൻഡ്. ഇത് ഒരു സാങ്കല്പിക കഥ മാത്രമാണെന്നും ഒരു അപൂർവ അർബൻ ലെജൻഡ് ആണെന്നും ചിലർ പറയുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പേർ വിശ്വസിക്കുന്നത് പാരലൽ യൂണിവേഴ്സ് തിയറിയാണ്. ഇവൻ ജീവിക്കുന്നത് മറ്റൊരു ഡയമെൻഷൻസിലാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. എന്ത് ഇരുന്നാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ പോലും ഒരു കൂട്ടം ആളുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? അവൻ ഏതു നാട്ടിൽ നിന്നാണ് വന്നത്? അവൻ പോയത് എവിടേക്കാണ്? ഇതുവരെ അതിന്റെ ഉത്തരമൊന്നും ലോകം കണ്ടെത്തിയിട്ടില്ല. ഇന്ന് വരെ മാൻ ഫ്രം ടോഡ് എന്ന ഈ കഥ ലോകത്തിലെ ഏറ്റവും വലിയ ടൈം ട്രാവൽ അവകാശപ്പെട്ട അപൂർവമായ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമുക്ക് ചിന്തിക്കാം, ഭാവിയും ഭൂതകാലവും ഒരേ സമയമുണ്ടാകുമോ? നമുക്ക് ഒരിക്കലെങ്കിലും ഇത്തരം ലോകങ്ങളിൽ നിന്നും കയറി വരുന്ന ആളുകളെ കാണാൻ സാധിക്കുമോ? എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെ അത്ഭുതഭരിതമായ ടൈം ട്രാവൽ, പാരലൽ യൂണിവേഴ്സ്, ആത്യന്തിക രഹസ്യങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമന്റിൽ പറയൂ, ഈ കഥയുടെ അവസാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന തിയറി ഏതാണ്? പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.